തന്നെ സംസാരിക്കും കേട്ടോ. ഷർമിന അമ്മ പറയുന്നുണ്ട്, അമ്മ പൊന്നൻ അമ്മയെ പൊളി മൊത്തം പാടെ പറഞ്ഞിട്ട് ലാലേട്ട പറയുന്നുണ്ട്. മോനെ ലാലേട്ടൻ പറഞ്ഞതിന് ഒരു ഉത്തരം കൊടുക്കൂ. പാട്ട് കേട്ട് ഓടി വന്നേ എന്ന് പറയുന്നുണ്ട്. ഞാൻ എറണാകുളം വരാറുണ്ട് ലാലേട്ട എന്ന് പറയുന്നുണ്ട്. കമൻറ്റ് മുക്കിയില്ല, മൊത്തം വായിച്ച് സൂപ്പർ പറയുന്നുണ്ട്. ഷംന തന്നെ മുക്കി മുക്കി ഫുള്ള് മുക്കി പറയണ്ടേ, ഫുള്ള് വായിച്ചു 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 വായിച്ചു. അമ്മ പാടുന്ന പാട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് എന്ന് പറയുന്നുണ്ട്. ഇടയ്ക്ക് കമൻ്റ് ഒന്ന് ചാടി അമ്മേ എന്ന് പറയുന്നുണ്ട്. ഞാൻ വായിച്ചു, പാട്ടുണ്ട് പറയുന്നുണ്ട്. റോയൽ ഹായ് അമ്മ, ഹായ് റോയലേ, ലൈവിലേക്ക് സ്വാഗതം. അമ്മ ഫുഡ് കഴിച്ചു? ആ കഴിച്ചു മോന്. മോൻ കഴിച്ചോ? സന്ധ്യ ചാടിച്ചതാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പച്ചപ്പായ എന്ന് പറയുന്നുണ്ട്. ജയൻമോനെ, ഞാൻ സന്ധ്യയോട് ഞാൻ പറഞ്ഞു, മോനെ സന്ധ്യ ഒരു പച്ച എടുക്കാൻ പറ്റുമ്പോൾ ഇനി പച്ചയൊന്നും വേണ്ടെന്ന് എന്നോട് പറഞ്ഞു. ഈ ദുഷ്ട. മനസ്സിൻ്റെ മൗനവാതിൽ ഏഹേ ആഹാ, മനസ്സിൻ്റെ മൗനവാതിൽ അറിയാതെ നീ തുറന്നോ, ഹംസതൂവൽ സയ്യയിൽ മോഹം മലർച്ചൊരിഞ്ഞോ, നാണം മിഴികളിൽ മയിലാട്ടമായി സിന്ദൂരപ്പൂ മനസ്സിൽ. ആഹാ എന്ന് പറയേണ്ടത് തന്നെയാ. പിന്നെ ആണോ അത്ര ധിക്കാരമോ? ചുണ്ടി ഇടി വേണോ ചോദിക്കണം. ആടാ എന്നോട് പറഞ്ഞു. എനിക്ക് ഭയങ്കര വിഷമമായി കേട്ടോ, സത്യമായിട്ടും വിഷമമായി. ഇനി പച്ച വേണ്ടാന്ന് പറഞ്ഞു എന്നോട് ഒരു ദിവസം. ഈ കഴിഞ്ഞ ദിവസം എന്നോട് വഴക്കുണ്ടാക്കിയിരിക്കുമായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാനതങ്ങ് ക്ഷമിച്ചു. പിന്നെ ഞാൻ നന്നായി പച്ച പിടിച്ചു. കിലോ എത്ര കൂടി ഇനിയും എന്ന് പറയുന്നുണ്ട്. പിന്നെ സന്ധ്യ പോടാ എന്ന് പറയുന്നുണ്ട്. അമ്മപ്പൊന്നെ തന്നെയാ, നമുക്ക് ഈ ചുണ്ടിക്ക് 2 കൊടുത്താലോ എന്ന് ചോദിക്കുന്നുണ്ട് അമ്മപ്പൊന്നെ. നമ്മ ഇനി പൊക്കോട്ടെ. ലാലേട്ടാ ഒരുപാട് സന്തോഷം. ലാലേട്ടൻ ലത ചേച്ചി ഉറങ്ങിയോ? അപ്പോൾ 2 പേരും എന്നെ വാച്ച് ചെയ്തതിലും ഈ ചാനൽ സബ് ചെയ്തതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെ ലാലേട്ടാ, ആ ലത ചേച്ചിയുടെ ഫോണിൽ കൂടി ഇതൊന്ന് സബ് ചെയ്തേക്കണേ. ഞാൻ കാരണമാണ് മോൻ മാർട്ടിയൽ ആർട്ട് പഠിച്ചത്. ഞാൻ കരാട്ടെ സെക്കൻഡ് ഡാനാണ്. മർമ്മ ചികിത്സ, അക്യുപ്രഷറോ ഒക്കെ അറിയാം. വിദേശത്ത് പോയി പഠിച്ചിട്ടുണ്ട്. ആരോടും പൈസ വാങ്ങി ചെയ്യാറില്ല എന്ന് പറയുന്നു. ആണോ? സന്ധ്യ വാ വാ എന്ന് പറയുന്നുണ്ട്. അപ്പം ഈ ജയൻമോൻ ആ ചേട്ടനായിട്ടൊന്ന് സംസാരിക്കും കേട്ടോ. വാ വാ, അമ്മപ്പനെ മൂക്കിടിച്ച് പരത്തും കേട്ടോ, ചുണ്ടി അഹങ്കാരി എന്ന് പറയണ്ട. ആഹാ ലാലേട്ടൻ പൊളി എന്ന് പറയുന്നുണ്ട്. അത് തന്നെ, പിന്നല്ല. പരത്താൻ വാ, എൻ്റെ ചേട്ടൻ നിന്നെ കൊല്ലും എന്ന് പറയുന്നുണ്ട് സന്ധ്യ. ആര്? കാർക്കോയോ? രാവണൻ വരുമെന്ന് പറഞ്ഞിട്ട് രാവണൻ എവിടെ പോയി? രാവണൻ എനിക്ക് സബ്ബും തന്നില്ല. എനിക്ക് സബ്ബ് തരാനുണ്ട് ഇതിൻ്റെ അകത്ത്. അയ്യോ, രാവണൻ മിസ്സിങ്. എനിക്ക് സബ്ബ് മേടിക്കണമായിരുന്നു, ലൈക്ക് മേടിക്കണമായിരുന്നു. ആങ്ങളെ വായോ, സഹ ഉദര എവിടെയാ നീ? ചതിയാ, വഞ്ചക, വാ ഇവിടെ. അപ്പം ഞാൻ പൊക്കോട്ടെ, 10:30 ആയില്ലേ? ലാലേട്ടാ 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 നാളെ വരാം ലാലേട്ടാ. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ നോക്കട്ടെ എന്ന് പറയുന്നുണ്ട്. ഞാൻ തന്നെയാണെങ്കിലും ഓഫാക്കാതെ വയ്ക്കാം. അപ്പം നിങ്ങൾ സംസാരിച്ച് അത് ഇങ്ങനെ ഒരെണ്ണം എന്ന് പറയുന്നുണ്ട്. അമ്മ പോന്നെ ലാൽ ചേട്ടാ, ഞാനും ആർട്ട് കുറച്ച് നേരം എന്താണത് മാർട്ടിയൽ ആർട്സ് കുറച്ച് നോക്കിയതാണ്. ഫോളോ ചെയ്യാൻ പറ്റിയില്ല. കിക്ക് ബോക്സിങ് ആണ് സ്റ്റൈൽ എന്ന് പറയുന്നു. ഒയ്യോ, എനിക്ക് അതിനെക്കുറിച്ച് എന്തോ പറയാൻ വന്നത് ഞാൻ വിഴുങ്ങി. കാർക്കോ വിചാരിക്കും എനിക്ക് പറ്റാത്തത്. ആരേലും ചെയ്യട്ടെ എന്ന് പറയുന്നുണ്ട്. ലാൽ ബൈ, ഗുഡ് നൈറ്റ് പറയുന്നുണ്ട്. ഓക്കെ ലാലേട്ടാ, ഗുഡ് നൈറ്റ്, ടാറ്റാ. നാളെ വരില്ലേ? നാളെ 2 മണിക്കുണ്ട് കേട്ടോ ലൈവ്. അപ്പോൾ പൊത്തോട്ടെ ഞാൻ. ജയൻമോനെ, സന്ധ്യ. അപ്പം ഞാനിവിടെ ഓണാക്കാതെ അല്ല, പിന്നെ ഓഫാക്കാതെ വെച്ചിട്ട് പോകാം. ഒന്ന് പറയൂ. കാർക്കോ അല്ല നീലി, സൈലൻറ്റ് പ്ലീസ് എന്ന് പറയും. സൈലൻസ് പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അതേ അമ്മപ്പന്ന, അമ്മ ഇത് ഓഫാക്കിയിട്ട് പോട്ടെ. ഓഫാക്കണ്ട അമ്മയെന്ന് പറയുന്നു. ഓക്കെ, അമ്മ പൊക്കോട്ടെ എന്നാ. അമ്മ കാണുന്നുണ്ടേ. ടാറ്റാ, എല്ലാവർക്കും ചക്കരയുമ്മ.